താങ്കൾ പറഞ്ഞു, വളരെ കൃത്യമായി നിരീക്ഷിച്ചു. ഈ മതന്യൂനപക്ഷങ്ങൾ ബി.ജെ.പിയുടെ കീഴിൽ വലിയ പീഡനം നേരിടുന്നുണ്ട്. സ്വാഭാവികമായും ആ വോട്ട് ബാങ്ക് എന്ന് പറയുന്നത് LDFനെ സംബന്ധിച്ചിടത്തോളവും UDFനെ സംബന്ധിച്ചിടത്തോളവും വളരെ നിർണായകമാണ് ഈ തെരഞ്ഞെടുപ്പിൽ. അപ്പോൾ താങ്കൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു കേരളത്തിൽ LDFും BJPയും തമ്മിലാണ് മത്സരമെന്ന്. അതായത് BJPയെ യഥാർത്ഥത്തിൽ ഫൈറ്റ് ചെയ്യുന്നത് LDF ആണ്, അതുകൊണ്ട് മതന്യൂനപക്ഷങ്ങൾ വോട്ട് ചെയ്യേണ്ടത് LDFനാണ് എന്നുള്ള നിലയ്ക്കൊരു തന്ത്രം. ആ തന്ത്രമായിരുന്നു താങ്കൾ പ്രയോഗിച്ചത്. പക്ഷേ പിന്നീട് താങ്കളെ മുഖ്യമന്ത്രിയും MV ഗോവിന്ദൻ മാസ്റ്ററും ഒക്കെ തിരുത്തുന്നതാണ് കണ്ടത്. അപ്പോൾ ആ നിലപാട് താങ്കൾക്ക് ഇപ്പോഴും ഉണ്ടോ? ഒന്ന്, ഞാൻ പറഞ്ഞത് എന്താണ് എന്ന് ആദ്യമായി ഞാൻ പറഞ്ഞ വാക്കുകളും അതും നിങ്ങളെടുത്തൊന്ന് പരിശോധിക്കുക. ഇത് ഏതെങ്കിലും ഒരു പത്രപ്രവർത്തകൻ്റെ മനോഗതിയിൽ രൂപം കൊണ്ട് അയാൾ പറയുന്നത് എൻ്റെ വായിൽ തിരികെ വെക്കാനൊന്നും പറ്റില്ല. ഞാനൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്, ഇവിടെ തോൽപ്പിക്കേണ്ടത് BJPയാണ്. BJPയെ തോൽപ്പിച്ച് ഇന്ത്യയിൽ മതനിരപേക്ഷതയും ജനാധിപത്യവും ഫെഡറൽ ഭരണ സംവിധാനവും സംരക്ഷിക്കാൻ ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യുക എന്നുള്ളതാണ് പരമപ്രധാനമായ ലക്ഷ്യം. അതിനാണ് ഇടതുപക്ഷം പോരാടിക്കൊണ്ടിരിക്കുന്നത്. അതാണ് രാഷ്ട്രീയ നിലപാട്. അവിടെ BJPയെ തോൽപ്പിക്കണം. അതുകൊണ്ട് മതന്യൂനപക്ഷങ്ങൾ BJP RSS സംഘപരിവാറിൻ്റെ ഭീകരതയ്ക്കിടയിൽ ദുരിതമനുഭവിക്കുന്ന ന്യൂനപക്ഷങ്ങളെല്ലാം മതനിരപേക്ഷത ജനവിഭാഗങ്ങൾ ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യണം. ശ്രീ പി, പക്ഷേ താങ്കൾ 5 മണ്ഡലങ്ങളിലെങ്കിലും BJPക്ക് മിടുക്കരായ സ്ഥാനാർത്ഥികളുണ്ട് എന്നൊരു വാചകം താങ്കൾ പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ മുഖ്യ എതിരാളി BJP ആണോ എന്ന ചോദ്യം സ്വാഭാവികമായി വരില്ലേ? ഉപയോഗിച്ചോ നോക്ക്. ഞാൻ പറഞ്ഞ വാക്കുകൾ നോക്ക്. മിടുക്കരെന്താ ഞാൻ ഉപയോഗിച്ചിരുന്നത്? നിങ്ങൾ ആർക്കെങ്കിലും തോന്നിയ വാക്കുകൾ എൻ്റെ പേരിൽ എടുത്തു വെച്ചാലൊന്നും ഞാൻ അംഗീകരിക്കില്ല. 2 കേന്ദ്രമന്ത്രിമാർ മത്സരിക്കുന്നുണ്ട്, ഒരു സിനിമാ നടൻ മത്സരിക്കുന്നുണ്ട്. ഞാൻ തന്നെ അദ്ദേഹത്തോട് പറഞ്ഞിരുന്നു, തോക്കും. BJP കേരളത്തിൽ ഒരു മണ്ഡലത്തിലും ജയിക്കാൻ പോണില്ല. BJP ഈ തെരഞ്ഞെടുപ്പിൽ അവർ ചില ലക്ഷ്യം വെക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ BJPയെ ശക്തമായി എതിർത്ത് തോൽപ്പിക്കുക എന്നുള്ളത് ഇടതുപക്ഷത്തിൻ്റെ താല്പര്യമാണ്, ലക്ഷ്യമാണ്. അതുകൊണ്ട് മതന്യൂനപക്ഷങ്ങൾ ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യണം. ഇടതുപക്ഷം ജയിച്ചു വരണം. കോൺഗ്രസ് ജയിച്ചു വന്നാൽ ഞാൻ എല്ലാ ഘട്ടങ്ങളിലും എല്ലാ അവസരങ്ങളിലും പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്, കോൺഗ്രസ്സിന് വോട്ട് ചെയ്താൽ അവർ BJPയിലേക്ക് പോകും. 40 അംഗ അസംബ്ലി നിയോജക മണ്ഡലം ഉണ്ടായിരുന്നു ഗോവയിൽ. 17 കോൺഗ്രസ് ആയിരുന്നു, 13 BJP. 17 ഉണ്ടായിരുന്ന കോൺഗ്രസ്സിന് ഗവൺമെൻറ് രൂപീകരിക്കാൻ കഴിഞ്ഞില്ല, 13 രൂപീകരിച്ചു. അവിടുത്തെ കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രി റാണ ഉൾപ്പെടെയുള്ളവരെ ഏതാണ്ട് 10-11 പേരെ പണം കൊടുത്ത് റാഞ്ചിക്കൊണ്ടുപോയി. അതുകൊണ്ട് കോൺഗ്രസ് ജയിച്ചാൽ കോൺഗ്രസ് ആയിട്ടില്ല. നിങ്ങൾ മധ്യപ്രദേശിൽ എങ്ങനെയാണ് കോൺഗ്രസ് ഗവൺമെൻറ് പൊളിഞ്ഞത്? കോൺഗ്രസിൻ്റെ MLA-മാരെ വില കൊടുത്ത് കൊണ്ടുപോയിട്ടുണ്ട്. അത് ദേശീയ സാഹചര്യം. CP ജയരാജൻ, താങ്കൾ 5 മണ്ഡലങ്ങളിലെ BJPയുടെ സാന്നിധ്യത്തെക്കുറിച്ച് പറഞ്ഞു. LDFനോട് കിടപിടിക്കാൻ കഴിയുന്ന സ്ഥാനാർത്ഥികളാണോ 5 ഇടങ്ങളിൽ നിർത്തിയിരിക്കുന്നത് BJP? അത് നിങ്ങൾ ആരും എന്നോട് ചോദിച്ചില്ലല്ലോ. ഇടതുപക്ഷത്തോട് മത്സരിക്കാൻ കരുത്തുള്ള ഒരു സ്ഥാനാർത്ഥിയും 20 മണ്ഡലങ്ങളിൽ മത്സരിക്കുന്നില്ല. നിങ്ങളാരും എന്നോട് ചോദിച്ചില്ലല്ലോ. അത് ഞാൻ പറഞ്ഞില്ല. BJP അവരെങ്ങനെയെങ്കിലും പണം ഉപയോഗിച്ച്, ആധിപത്യം ഉപയോഗിച്ച് പലതരത്തിലുള്ള അധികാര ദുർവിനിയോഗം നടത്തി എങ്ങനെയെങ്കിലും കടന്നു വരാൻ ശ്രമിക്കും. അതിനെല്ലാം ചെറുത്ത് തോൽപ്പിക്കാൻ ഇടതുപക്ഷത്തിനെ കഴിയൂ. ആ ഭീകരതയ്ക്കെതിരെ, RSS സംഘപരിവാറിനെതിരെ മതന്യൂനപക്ഷങ്ങൾ ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യണം. ഇല്ലെങ്കിൽ അപകടമാണ്. ഇനിയൊരു തെരഞ്ഞെടുപ്പ് വേണമെങ്കിൽ ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യണം. ഒരു പ്രധാനപ്പെട്ട കാര്യം CP ജയരാജൻ, സമീപ ദിവസങ്ങളിൽ ഈ TG നന്ദകുമാർ എന്ന്, ദല്ലാൽ നന്ദകുമാർ എന്ന് വിളിക്കുന്ന TG നന്ദകുമാർ ചില കാര്യങ്ങളൊക്കെ പറയുകയുണ്ടായല്ലോ. താങ്കളുടെ പേര് കൂടി അദ്ദേഹം വലിച്ചഴിച്ചിട്ടുണ്ട്. പ്രധാനമായും പത്മജ വേണുഗോപാൽ താങ്കളെ വന്ന് കണ്ടിരുന്നു എന്ന്. 2, ദീപ്തി മേരി വർഗീസ് എന്ന KPC ജനറൽ സെക്രട്ടറി താങ്കളുമായി ചർച്ച നടത്തിയിരുന്നു. യഥാർത്ഥത്തിൽ ഈ തൃക്കാക്കര നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ പത്മജയുമായും ദീപ്തി മേരി വർഗീസുമായും താങ്കൾ സംസാരിച്ചിരുന്നോ? ഞാൻ തിരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിൽ മാത്രമേ, എനിക്ക് നിങ്ങളീ പറയുന്ന രണ്ടാമത്തെ സ്ത്രീ എനിക്കറിഞ്ഞുകൂടാ. പത്മജ വേണുഗോപാലും കരുണാകരനും മുരളീധരനായിട്ടൊക്കെ എനിക്ക് നല്ല പരിചയം ബന്ധുവാണ്. അവരുടെ ശ്രീ കരുണാകരൻ ജീവിച്ചിരിക്കുന്ന കാലത്ത് തന്നെ അദ്ദേഹവുമായി അടുത്ത് ബന്ധം പുലർത്തിയിട്ടുള്ള ഒരാളാണ് ഞാൻ. ഞങ്ങൾ 2 രാഷ്ട്രീയത്തിലാണെങ്കിലും അങ്ങനെ ഞങ്ങൾ തമ്മിൽ സംസാരിക്കാറുണ്ട്. പത്മജയെ എന്നെ വന്ന് കാണുകയോ തെരഞ്ഞെടുപ്പ് കാലത്ത് എന്നെ വന്ന് കാണുകയോ
പൽപ്പജിയോട് ഞാൻ എന്തെങ്കിലും പ്രത്യേകിച്ച് കാര്യങ്ങൾ പറയുകയോ ചെയ്തിട്ടില്ല. പക്ഷേ തെരഞ്ഞെടുപ്പ് കാലത്ത് ഒരുപാട് ആളുകൾ ഞങ്ങളെ വന്ന് കണ്ടിട്ടുണ്ട്. കോൺഗ്രസിൻ്റെ പല നേതാക്കളും വന്ന് കണ്ടിട്ടുണ്ട്. ഇന്ന് കോൺഗ്രസിനകത്ത് അവിടെ ഇരിക്കുന്നവരും വന്ന് കണ്ടിട്ടുണ്ട്. കോൺഗ്രസിന്റെ എറണാകുളം CP ജയരാജൻ, അവിടെ പ്രശ്നം എന്ന് പറയുന്നത് താങ്കൾക്കായിരുന്നു തൃക്കാക്കര നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിന്റെ ചുമതല. അതിനുവേണ്ടി താങ്കൾ എറണാകുളത്ത് വളരെ സജീവമായിട്ടുണ്ടായിരുന്നു. പത്മജ വേണുഗോപാൽ താങ്കളെ കണ്ടിരുന്നു എന്നും ആ ഘട്ടത്തിൽ പക്ഷേ പത്മജയ്ക്ക് കോൺഗ്രസ് പാർട്ടി വിടാൻ താല്പര്യമില്ലായിരുന്നു എന്നും പത്മജ പക്ഷേ വലിയ ഏതോ പദവി ചോദിച്ചു, അങ്ങനെയാണത് തള്ളിപ്പോയത് എന്നൊക്കെയാണ് TG നന്ദകുമാർ പറഞ്ഞത്. നിങ്ങളോട് എനിക്കൊരു ഒരു 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 അഭ്യർത്ഥനയുള്ളത്, എൻ്റെ നിലവാരം കുറക്കരുത്. ഞാൻ ഇങ്ങനെ ചിലരോടുള്ള മറുപടി പറയേണ്ട ഒരാളല്ല. നിങ്ങൾ രാഷ്ട്രീയമായ കാര്യങ്ങളെക്കുറിച്ചും രാഷ്ട്രീയ പ്രശ്നങ്ങളെക്കുറിച്ചും പറയും. ഇങ്ങനെ ആരെങ്കിലും എന്തെങ്കിലും പറയുന്നത് കേട്ട് അതിന് മറുപടി പറഞ്ഞ് നടക്കലാണോ എൻ്റെ പണി? പ്രതിപക്ഷം അത് ഏറ്റെടുത്തിരിക്കുകയാണ്. ഞാൻ പൽപ്പജ വേണുഗോപാൽ എന്നെ കണ്ടിട്ടില്ല. ഞാൻ പറയുന്നത് പൽപ്പജ വേണുഗോപാൽ എന്നെ കണ്ടിട്ടില്ല. ഞാൻ ആ ഘട്ടത്തിൽ എനിക്ക് തോന്നുന്നു അവർ ഇവിടെ ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ആ സമയത്ത് എന്തെങ്കിലും വന്ന് പറയുക, അത് കേട്ടിട്ട് ഉടനടി ഒരാളെ പേര് ഉദ്ധരിച്ചു വരിക. ഞാൻ എൻ്റെ നിലവാരം കുറക്കാനില്ല കേട്ടോ. അതുകൊണ്ട് ഇത്തരം ചില ആളുകൾ പറയുന്ന ഇതിനൊക്കെ മറുപടി പറയാൻ ആ നിലവാരത്തിലേക്ക് പോകുന്ന ഒരാളാണ് ഞാനത് ധരിച്ചേക്കരുത്. തെരഞ്ഞെടുപ്പാണ്. CP ജയരാജൻ, അങ്ങയിൽ നിന്ന് കൂടുതൽ മറുപടികൾ പ്രതീക്ഷിക്കുന്നുണ്ട്. നമുക്ക് വീണ്ടും കാണാം, വീണ്ടും സംസാരിക്കാം. താങ്ക് യു.